അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനോഹരമായ ദിക്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ശാരീരികമായി പല പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്കുണ്ട്. അതുപോലെ പ്രത്യേകമായി കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, ശരീരത്തിൻ്റെ പേശികളിലൊക്കെ വേദനയുണ്ടാവുക, അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നം, കാതിന് കേൾവിയുടെ പ്രശ്നം, സംസാരത്തിന് ചിലർക്ക് പ്രശ്നം ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ, നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു മനോഹരമായ പ്രഭാത ദുആയാണിത്. ഈ ദുആ ദിവസവും പതിവാക്കുന്നത് രോഗികൾക്കും രോഗമില്ലാത്തവർക്കും നല്ലതാണ്. നമ്മുടെ ആഫിയത്തിനെ, ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിഅമത്തുകളാണ്. ഒന്ന് ഒഴിവ് സമയവും, ഒന്ന് ആരോഗ്യവും. നിഅമതാനി മഗ്ബൂബതാനി, രണ്ട് നിഅമത്തുകളുണ്ട്. ആ രണ്ട് നിഅമത്തുകളെ പറ്റിയും ജനങ്ങൾ അശ്രദ്ധരാണ്, ജനങ്ങൾ അതിനെ പരിഗണിക്കുകയില്ല. അത് ഒന്ന് അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യവും ഒന്ന് ഒഴിവ് സമയവുമാണ്. നമുക്കിപ്പോൾ കിട്ടിയ ഈ ആരോഗ്യം ഉണ്ടല്ലോ, കൈമുട്ടുകൾക്കും കാലുമുട്ടുകൾക്കും ഒന്നും ഒരു കടച്ചിലും വേദനയും ഇല്ലാതെ നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ, കണ്ണുകൊണ്ട് സുഖസുന്ദരമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാതുകൊണ്ട് ഒരു അലച്ചിലുമില്ലാതെ കേൾക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ സുന്ദരമായി പറ്റുന്നുണ്ട്. ഈ കഴിവിനെ, ഈ ആരോഗ്യത്തിനെ തന്നത് അള്ളാഹുവാണ്. ആ നന്ദി കാണിച്ചുകൊണ്ട് ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ, കാതിന് കേൾവിക്കുറവുള്ള ആളുകൾ, അതുപോലെ മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ അസുഖങ്ങളുള്ള ആളുകൾ ദുആ ചെയ്യൽ നല്ലതായ സുന്നത്തുള്ള ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. പ്രഭാത ദുആകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ ദുആയാണിത്. വളരെ സുന്ദരമായ ദുആ. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും രാവിലെ ഈ ദുആഇനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു നിലനിർത്തി തരട്ടെ. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്. ഈ ദുആ പ്രഭാത ദുആകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ ദുആയാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംരക്ഷിക്കാൻ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ചെറിയ ചെറിയ രോഗങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവ്, കാതിന് കേൾവിക്കുറവ്, ശരീരത്തിൻ്റെ മറ്റു പേശികളിൽ വേദന, കൈമുട്ട് വേദന, കാലുമുട്ട് വേദന തുടങ്ങിയ, അല്ലെങ്കിൽ കൈകാൽ കടച്ചിലുകൾ, അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാകും. അവരൊക്കെ ഈ ദുആ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഒന്നുകൂടി ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്. ശ്രദ്ധിച്ച് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്. ഇത് പതിവാക്കണം. സുബഹി നിസ്കരിച്ചതിന് ശേഷമോ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പോ ഒക്കെയായി ഈ ദുആഇനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ചുരുങ്ങിയത് ഒരു 7 വട്ടമെങ്കിലും എല്ലാ ദിവസവും ഈ ദുആ പ്രഭാത സമയത്തിൽ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറൊക്കെ കഴിഞ്ഞ് ദുആ ഒക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദിക്ർ ഒന്ന് ചൊല്ലുക. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത്. ഈ ദിക്ർ കൂടെ ചൊല്ലിയിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മരണം വരെ നല്ല ശക്തിയിൽ തന്നെ അല്ലാഹു നൽകട്ടെ. കാതിൻ്റെ കേൾവി മരണം വരെ നല്ല റാഹത്തോടെ അല്ലാഹു നൽകട്ടെ. അതുപോലെ ശരീരത്തിന് മരണം വരെ നല്ല ആരോഗ്യം അല്ലാഹു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏതായാലും ഇപ്പോൾ ആ അറിവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ദിക്ർ എന്താക്കുക, ഇപ്പം തന്നെ നമുക്കൊരു 7 വട്ടം ചൊല്ലി നോക്കാം. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പഠിക്കാനും സുഖമുള്ള ദിക്റാണിത്, പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആ ഒരു ദിക്ർ ഒരു 7 വട്ടം നമുക്ക് കൂടെ ചൊല്ലാം. ഇത് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. പിന്നെ നാളെ രാവിലെ ഫോണിലെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ
ആഫിനി ഫി ബദനി اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت